14. നമസ്കാരം. കന്നഡ നാടിനും തമിഴ് മക്കൾക്കും ജീവാമൃതവും കൊണ്ടൊഴുകുന്ന കാവേരി, കവികളെയും കലാകാരന്മാരെയും ഹരം കൊള്ളിച്ച കാവേരി, സ്നേഹവാത്സല്യങ്ങളുടെ അമൃതവാഹിനി. കരഞ്ഞും കലമ്പിയും പിണങ്ങിയവൾ, രോഷം പൂണ്ട് തടങ്ങൾ തകർത്ത് പ്രതിഷേധിച്ചവൾ, കൊടിനീരും കുളിരുമായി കുണുങ്ങിയിറങ്ങി വരും കാവേരി നദിയൊരു പെൺകൊടിയായി പിണങ്ങിയിടഞ്ഞാൽ കരഞ്ഞു കലമ്പും അവളൊരു കുസൃതി പെൺകൊടിയായി. ഇടനെഞ്ചു തകർന്നാൽ തടങ്ങൾ തകർക്കും കലിതുള്ളി മതിക്കുന്ന സംഹാരിണി. ആ കാവേരിയുടെ പുത്രി കണ്ണകി, സഹ്യകവി ഇളം കോവടികളാൽ വിരചിതമായ ചിലപ്പതികാരത്തിലെ നായിക. കവി ONV കുറുപ്പിന്റെ കണ്ണകി എന്ന കവിതയുടെ പ്രചോദനം ഉൾക്കൊണ്ട് തയ്യാറാക്കിയ ഈ കഥ ഞാൻ നിങ്ങൾക്ക് മുൻപിൽ സമർപ്പിക്കുന്നു. കണ്ണകി. രാജാതി രാജരായ ചോള രാജാക്കന്മാരുടെ ആസ്ഥാനമായ കാവേരിപ്പും പട്ടണം, കാവേരി തീരത്തെ മനോഹരമായ ആ നഗരം. രാജനഗരത്തിൽ നിന്നും അല്പം മാത്രം അകലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. നോക്കൂ, രാവേറെ ചെന്നിട്ടും ആ മണിമന്ദിരത്തിൽ ഇതുവരെ വിളക്കുകൾ അണഞ്ഞിട്ടില്ലല്ലോ. ഒന്ന് കാതോർക്കൂ, മനോഹരമായ സംഗീതം ഒഴുകി വരുന്നത് കേൾക്കുന്നില്ലേ? ചുവട് വയ്ക്കുന്ന ചിലങ്കകളുടെ ശബ്ദവും കേൾക്കുന്നുണ്ടല്ലോ. കൊട്ടാര സദൃശ്യമായ ഈ മണിമന്ദിരം ആരുടേതാണ്? യാമങ്ങൾ പൊഴിഞ്ഞു വീണതറിയാതെ ഈ രാത്രി മുഴുവൻ നൃത്തം ചെയ്യുന്ന സുന്ദരിയായ നർത്തകി ആരാണ്? ലയിച്ചിരിക്കുന്ന ആ യുവ കോമളൻ ആരാണ്? തിരുക്കപ്പെടലേ. മൈലുകൾക്കപ്പുറത്ത് ഇനിയും വിളക്കുകൾ അണഞ്ഞിട്ടില്ലാത്ത മറ്റൊരു ഭവനത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. അണയാനൊടുക്കുന്ന തിരി പോലെ അവിടെ ഇരിക്കുന്ന യുവതിയെ നോക്കൂ. അത്താഴം പകർന്നടച്ചു വെച്ച് ആരെയാണവൾ ഈ വൈകിയ രാത്രിയിലും കാത്തിരിക്കുന്നത്? അറിയാതൊന്ന് മയങ്ങി അവൾ ഞെട്ടി ഉണർന്ന് തലകുടഞ്ഞ് വാതിൽക്കിലേക്ക് എത്തി നോക്കി. ആളനക്കമില്ലെന്നറിഞ്ഞ് ഒരു ദീർഘനിശ്വാസത്തോടെ വീണ്ടും ചാരിക്കിടന്നു. കണ്ണുകളിലൂടെ ധാരധാരയായി കണ്ണീരൊഴുകുന്നു. ആരാണ് ഈ ദുഃഖപുത്രി? ഇവളുടെ കണ്ണീരിനും ദുഃഖത്തിനും എന്താണ് കാരണം? ഇവളാണ് കണ്ണകി, കാവേരിപ്പൂം പട്ടണത്തിലെ വർത്തക പ്രമുഖനായ മനാക്യാന്റെ ഏക പുത്രി, സുന്ദരി. കരിമഷി എഴുതിയ കൺകളിൽ വാത്സല്യം, അച്ഛനമ്മമാരുടെ ഓമനയായി അവൾ വളർന്നു. വിവാഹപ്രായം എത്തിയപ്പോൾ അന്നാട്ടിലെ മറ്റൊരു സമ്പന്ന വ്യാപാരിയായ മച്ചാട്ടുവിന്റെ പുത്രൻ കോവലൻ അവൾ വിവാഹം ചെയ്തു. അവരുടെ ദാമ്പത്യ നാളുകൾ സന്തോഷപൂർവ്വം കടന്നുപോയി. എന്നാൽ എല്ലാം തകിടം മറിയാൻ അധികം വേണ്ടി വന്നില്ല. ഒരു ദിനം കോവലനും സുഹൃത്തും തെരുവിലൂടെ നടക്കുമ്പോൾ, ചങ്ങാതി, എന്താണ് അവിടെ ഒരു ആൾക്കൂട്ടം? ഹോ, അതോ ദാസിത്തരുണി മാധവിയുടെ സേവയ്ക്ക് ചുറ്റും കൂടിയവരാണവർ. മാധവിയുടെ നൃത്തം കണ്ട് പ്രീതി പൂണ്ട രാജാവ് സമ്മാനിച്ച മാല 1500 വരഹം നൽകി വാങ്ങുന്നയാളെ അവൾ ഭർത്താവായി സ്വീകരിക്കുമത്രേ. അത് കൊള്ളാമല്ലോ. ഇങ്ങനെ വിലപേശാനും മാത്രം സുന്ദരിയോ അവൾ? കൂട്ടുകാരൻ തിരുത്തി. കോമളാംഗിയാണവൾ വശ്യമോഹിനി സുന്ദരി, കോമളാംഗിയാണവൾ വശ്യമോഹിനി സുന്ദരി. ഒന്നു കണ്ടാൽ പിന്നെ മറക്കുവാനാകില്ല രത്ന നിപുണയേ കാമിനി. കോമളാംഗിയാണവൾ വശ്യമോഹിനി
വിശേഷണങ്ങൾ കോവലനിൽ ജിജ്ഞാസയും വാശിയും ഉണർത്തി. കൂട്ടുകാരുടെ പ്രലോഭനങ്ങൾ കൂടി ആയപ്പോൾ കോവലൻ വിളിച്ചു പറഞ്ഞു, നാരി, ഞാൻ തരാം നിങ്ങൾ ആവശ്യപ്പെട്ട വില. കോവലനെ സ്വീകരിക്കാൻ ഒരുങ്ങിയിരുന്നാൻ പറയൂ നിന്റെ സ്വാമിനിയോട്. ആളുകൾ അസൂയയോടെ കോവലനെ നോക്കി. കോവലൻ മാധവിയുടെ ഗൃഹത്തിലെത്തി. പരിചാരിക തൊഴു കൈകളോടെ കോവലനെ അറപ്പുരയ്ക്കകത്തേക്ക് ആനയിച്ചു. പുഷ്പാലങ്കൃതമായ സുഗന്ധധൂപങ്ങളാൽ പൂരിതമായ അറയിൽ നഭോടയായി അണിഞ്ഞൊരുങ്ങി മാധവി കോവലനെ കാത്തിരിക്കുന്നു. കോവലന് തന്നെ വിശ്വസിക്കാനായില്ല. പറഞ്ഞു കേട്ടതിലും എത്രയോ സുന്ദരിയായിരിക്കുന്നു ഇവൾ. മഴവിൽ കൊടിയുടെ അഴകിൽ മതി കവരുന്നോരുടലും ഹരിത മനോജ്ഞ വചസ്സും വിളി കവരും തേജസ്സും മധുമുഖി അവളുടെ അഴകിൽ മനമലിയും ശില പോലും ഹരിത മനോജ്ഞ വചസ്സും മധുരതരം ലാവണ്യം. മാധവി ചിന്തിച്ചു, കൊള്ളാം, ഇവൻ എനിക്ക് അനുയോജ്യം തന്നെ. സുന്ദരൻ, ആരോഗ്യ ദൃഢഗാത്രൻ, 1500 വരാഹം നൽകി എന്നെ സ്വന്തമാക്കിയവൻ, സമ്പന്നൻ. അങ്ങനെ മാധവിയുമൊത്തുള്ള കോവലന്റെ സഹവാസം തുടങ്ങി. ശൃംഗാര പദമാടും ലാസ്യവിലാസവതി കാമമോഹിനി മാധവി അനുരാഗ വിവശമാ കാമുക ചിത്തത്തെ അമ്മാനമാടുന്നു മാധവി. പത്നിയും വീടും മറന്ന്, വ്യാപാരം മറന്ന്, തന്നെ മറന്ന് കോവലൻ മാധവിയുമൊത്തുള്ള പ്രണയത്തിൽ മുഴുകി. അവൾക്ക് വേണ്ടി എന്തും ത്യജിക്കാൻ കോവലൻ സന്നദ്ധനായി. ആ മാധവിയെയും കോവലനെയുമാണ് നാം നേരത്തെ കണ്ടത്. എന്നാൽ കണ്ണകി അവൾ കാത്തിരിക്കുകയാണ്. ഭൂമിയോളം ക്ഷമിക്കാൻ പഠിച്ചവൾ താലി ചാർത്തിയ തൻ പ്രാണനാഥനെ ദൈവതുല്യം പൂജിച്ചു കൊണ്ടവൾ കാത്തിരിക്കുന്നു തൻ ജീവനാഥനെ. അധികം വൈകാതെ കണ്ണകിയുടെ പ്രാർത്ഥന ഫലിച്ചു. മാധവിയുമൊത്തുള്ള കോവലന്റെ സഹവാസം അധികം നീണ്ടു നിന്നില്ല. അവർ പരസ്പരം പഴിചാരാൻ തുടങ്ങി. കോവലൻ, ഒന്ന് നിർത്തൂ, നിന്റെ ഗാനങ്ങൾ എന്തോ എനിക്കത് ആസ്വദിക്കാനേ ആകുന്നില്ല. മാധവി, നിനക്ക് എന്താണ് പറ്റിയത്? എന്താണ് നിന്റെ മനസ്സിൽ? എന്ത് പറ്റാൻ? ഞാൻ എന്റെ സ്നേഹനിധിയായ ഭാര്യയെ മറന്നു. എന്റെ സമ്പത്തെല്ലാം നിനക്ക് വേണ്ടി അടിയറ വെച്ചു. എന്നിട്ടും നീ ഒന്ന് പോകൂ കോവലൻ. ഈ നാട്ടിൽ മാത്രമല്ല മറുനാടുകളിലും എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. നീ ഒന്നുമല്ല കോവലൻ. മാധവി, നീ ഒരു പിശാചാണ്. അങ്ങനെ കോവലൻ മാധവിയുമായി എന്നേക്കുമായി പിരിഞ്ഞു. ഞെട്ടറ്റാൽ കടക്കൽ തന്നെ വീഴുമല്ലോ. തകർന്ന ഹൃദയവുമായി കോവലൻ തന്റെ പ്രിയപത്നിയുടെ അടുക്കലേക്ക് തിരിച്ചെത്തി. തന്റെ തെറ്റുകളെല്ലാം ഏറ്റു പറഞ്ഞ് പത്നി രത്നത്തിനോട് മാപ്പിരുന്നു. മാപ്പു തരൂ പ്രിയേ, മാപ്പു തരൂ, മാപ്പു തരൂ പ്രിയേ, മാപ്പു തരൂ. കർമ്മത്തെ മറന്നു വഴി വിട്ടുപോയവൻ പാപഭാരത്താൽ ശിരസ്സു നമിപ്പൂ. മാപ്പു തരൂ പ്രിയേ, മാപ്പു തരൂ. കണ്ണകി ഒന്നും സംഭവിക്കാത്തതുപോലെ കോവലനെ സ്വീകരിച്ചു. അരുതേ, തളരരുതേ പ്രിയനെ, തളരരുതേ. മറക്കാം നമുക്കാ ദുസ്വപ്നനാളുകൾ, തെളിക്കാം ഒരു പുതുതിരിവെട്ടം. നാളുകൾ നമ്മുടെ സ്വന്തമല്ലേ, നാളുകൾ നമ്മുടെ സ്വന്തമല്ലേ. അരുത്, അങ്ങ് തളരരുത്. നമുക്കിവിടം വിട്ട് അങ്ങ് മധുരാപുരിയിലേക്ക് പോകാം. എന്റെ കനകച്ചിലങ്കകളിൽ ഒന്ന് വിറ്റ് നമുക്കവിടെ വീണ്ടും വ്യാപാരം തുടങ്ങാം. പുതിയ ജീവിത മോഹങ്ങളും സ്വപ്നങ്ങളുമായി കണ്ണകയും കോവലനും അങ്ങ് മധുരാപുരിയിലേക്ക് യാത്രയായി. അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരു ഇടയ സ്ത്രീയുടെ അടുത്ത് കണ്ണകി ഏൽപ്പിച്ച് കോവലൻ ചിലമ്പുമായി ഇറങ്ങി.
പാണ്ഡ്യദേശത്തെ അറിയപ്പെടുന്ന ഒരു സ്വർണ്ണപ്പണിക്കാരന്റെ അടുത്തെത്തി. കുടവയറും കൂട്ടുപുരികവും ഇടുങ്ങിയ കഴുത്തും കൗശലം നിറഞ്ഞ കണ്ണുകളുമുള്ള സ്വർണ്ണപ്പണിക്കാരൻ കോവലനെ സ്വാഗതം ചെയ്തു. ചിലമ്പ് കണ്ട തട്ടാന്റെ കണ്ണുകൾ തിളങ്ങി. അയാൾ ഉള്ളിൽ ചില ഗൂഢതന്ത്രങ്ങൾ മെനഞ്ഞു. കോവലൻ, ചിലമ്പെനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഇത്തരത്തിൽ വിശേഷണപ്പെട്ടൊന്ന് സാധാരണക്കാർ വാങ്ങുമെന്ന് തോന്നുന്നില്ല. മാത്രമല്ല പാണ്ഡ്യ രാജ്ഞിക്ക് ഇത് നന്നായി ഇഷ്ടപ്പെടും. താങ്കൾക്ക് നല്ല വിലയും കിട്ടും. കാത്തിരിക്കാമെങ്കിൽ ഞാനിത് രാജ്ഞിയെ കാണിച്ച് വിലയുമായി ഉടനെ വരാം. രാജ്ഞിയുടെ ചിലമ്പ് നഷ്ടപ്പെട്ടിട്ട് അധിക നാളായിട്ടുണ്ടായിരുന്നില്ല. കൗശലക്കാരനായി തട്ടാൻ അത് തട്ടിയെടുത്തതായിരുന്നു. തട്ടാൻ രാജകൊട്ടാരത്തിലെത്തി രാജാവിന് മുഖം കാണിച്ചു. തട്ടാന്റെ വാക്കുകൾ രാജാവ് വിശ്വസിച്ചു. ഭടന്മാർ കോവലനെ പിടിച്ചു കെട്ടി രാജസന്നിധിയിൽ എത്തിച്ചു. കോപാന്ധനായ രാജാവ് അലറി, കൊട്ടാരത്തിലെ ചിലമ്പ് മോഷ്ടിക്കാൻ ധൈര്യം കാണിച്ച് ഇവന്റെ തലയർക്കൂ. രാജൻ, ഞാൻ നിരപരാധിയാണ്. ഞാൻ ചിലമ്പ് മോഷ്ടിച്ചിട്ടില്ല. ഇയാൾ എന്നെ ചതിക്കുകയാണ്. എന്ത്? മോഷണം കയ്യോടെ പിടിച്ചിട്ടും വേഗം കളവ് പറയുന്നു. രാജകൽപ്പന നടപ്പിലാക്കപ്പെട്ടു. നിരപരാധിയായ യുവാവ് ശിരസറ്റ് നിലം പതിച്ചു. കണ്ണകി, അവൾ കാത്തിരിക്കുകയാണ്. പുറത്തു പോയി വന്ന ഇടയ സ്ത്രീ ഒരു ദുരന്ത വാർത്തയുമായാണ് തിരിച്ചു വന്നത്. കോവലൻ വധിക്കപ്പെട്ടിരിക്കുന്നു. വാർത്ത കേട്ട കണ്ണകി കൊടുങ്കാറ്റ് പോലെ കൊട്ടാരത്തിലേക്ക് പാഞ്ഞു. വരുന്നു കണ്ണകി, വരുന്നു. തൻ ചിലമ്പൊരു കയ്യിലൂരി പിടിച്ചു. തീ കനലുതിരും കണ്ണുകൾ കുറിച്ചു. നെഞ്ചിലാർത്തരച്ച ശാപവാക്കുരച്ചു. എവിടെ എന്റെ നാഥൻ? ഈ രാജൻ അങ്ങയുടെ രാജ്യത്ത് അഭയം തേടി വന്ന എന്റെ ഭർത്താവിനെ അങ്ങ് കൊന്നു. നിങ്ങളുടെ ഭർത്താവ് നമ്മുടെ രാജ്ഞിയുടെ ചിലമ്പ് മോഷ്ടിച്ചു. അതിനുള്ള ശിക്ഷയാണ് അവന് കിട്ടിയത്. മോഷ്ടിച്ചെന്നോ? എന്റെ ഭർത്താവോ? അങ്ങയുടെ പത്നിയുടെ ചിലമ്പോ? അതെ, വിലപിടിച്ച മുത്തുകൾ നിറച്ചതാണ് നമ്മുടെ രാജ്ഞിയുടെ ചിലമ്പ്. അതിലൊന്ന് നിന്റെ ഭർത്താവിന്റെ പക്കൽ നിന്നും കണ്ടെടുത്തു. വിലപിടിച്ച മുത്തുകൾ നിറച്ചതാണ് അങ്ങയുടെ പത്നിയുടെ ചിലമ്പെന്നല്ലേ അങ്ങ് പറഞ്ഞത്? എങ്കിൽ കാണൂ. ഒടുങ്ങാത്ത കോപത്തോടെ കണ്ണകി തന്റെ ഇണച്ചിലമ്പ് നിലത്തെ കാഞ്ഞറിഞ്ഞുടച്ചു. അതിൽ നിന്നും വൈഡൂര്യങ്ങൾ വീണു ചിതറിത്തിളങ്ങി. പാണ്ഡ്യരാജന്റെ സപ്തനാടിയും തളർന്നു. എന്ത്? നമുക്ക് തെറ്റുപറ്റിയിരിക്കുന്നുവെന്നോ? നീതിമാൻ എന്ന് അഭിമാനിച്ച നാം ഒരു യുവാവിനെ അകാരണമായി അരുങ്കൊല ചെയ്തെന്നോ? എന്നോട് പൊറുക്കണം. ഇല്ല! കണ്ണകി അലറി. പെണ്ണിന്റെ കണ്ണീരു വീണു കുതിർന്നൊരു രാജാസനങ്ങളെ കെട്ടുകൊള്ളുക. ഈ പെണ്ണിൻ പ്രതീകമാം മാറു പറിച്ചിത പാതിവ്രത്യത്തിൻ കരുത്താൽ ശപിക്കുന്നു. എന്റെ പ്രിയതമന്റെ ചോര വീണ ഈ മധുരാപുരിയും കൊട്ടാരക്കെട്ടുകളും സിംഹാസനങ്ങളും കത്തിയേറിയട്ടെ. കണ്ണകിയുടെ ശാഭാഗ്നിയിൽ മധുരാപുരി കത്തിച്ചാമലായി. അമ്മേ ദേവി കണ്ണകി, നമിക്കുന്നു നിന്റെ തിരുമുൻപിൽ. കലിയടങ്ങാത്ത കണ്ണകി അവിടെ നിന്നും ചേര നാട്ടിലെത്തി. അവിടെ വെച്ച് സ്വർഗാരോഹണം ചെയ്തു. ശ്രീ കുരുമ്പയായും നല്ലമ്മയായും മാരിയമ്മയായും മണിമങ്കയായും എല്ലാം കണ്ണകി ഇന്നും ജനമനസ്സുകളിൽ ജീവിക്കുന്നു. സ്ത്രീയുടെ സ്നേഹത്തിന്റെ, ത്യാഗത്തിന്റെ, സഹനത്തിന്റെ, ക്ഷോഭത്തിന്റെ, പ്രക്ഷോഭത്തിന്റെ പ്രതീകമായി അധികാരികളും ന്യായാസനങ്ങളും ഇല്ലാത്ത തെളിവുകളുടെ പേരിൽ സ്ത്രീകൾക്കു നേരെയുള്ള അതിക്രമ